എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സമാന്തര ശ്രേണിയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക എത്ര തന്നിട്ടുണ്ട്? 600 ആയാൽ 13ാം പദം എന്ത് എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ശ്രേണി ഇതാ, ഇത് മധ്യപദം. ഇപ്പുറത്തോട്ട് എത്ര പദമുണ്ട്? 12 പദമുണ്ട്. ഇപ്പുറത്തോട്ടും 12 പദമുണ്ട്. അപ്പൊ ഇതാ ഇവിടെ നിൽക്കുന്ന പദമാണ് 13 എന്ന് പറയുന്നത്. അപ്പൊ 13ാമത്തെ പദം എന്ന് പറയുന്നത് ഇപ്പുറത്തെ 12 ഇപ്പുറത്തെ 12 കഴിഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന പദമാണ് 13ാം പദം. അപ്പൊ ഈ നടുക്ക് നിൽക്കുന്ന പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മധ്യപദം കണ്ടുപിടിക്കാൻ നമ്മൾ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. മധ്യപദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തുക ബൈ എണ്ണം പഠിച്ചാൽ മതി. തുക ബൈ എണ്ണം. തുക എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 600 തന്നിട്ടില്ലേ? അപ്പൊ 600 ബൈ എത്ര പദങ്ങളുടെ തുകയാണ്? 25 പദങ്ങളുടെ തുകയല്ലേ? അപ്പൊ 600നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ പറഞ്ഞോളൂ. 50 എത്ര? 25 2 25. ബാക്കി 50 60 10 പോയാൽ ബാക്കി 60 50 പോയാൽ ബാക്കി 10 10 100 100 എത്ര? 25 4 25. അപ്പൊ ഇവിടെ മധ്യപദം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24. ഒന്നുകൂടെ നോക്കിയോളൂ. 60 എത്ര? 25 2 25 എഴുതി. ബാക്കി 10 100 25 4. അപ്പൊ മധ്യപദം എന്ന് പറയുന്നത് 13ാം പദം. അപ്പൊ നമുക്ക് കിട്ടുന്നു A13. അതായത് 13ാം പദം എന്ന് പറയുന്നത് നമ്മൾ എത്രയെന്ന് എഴുതുന്നു? 24. എങ്ങനെയാ കിട്ടിയത്? നമ്മൾ ആദ്യം ചോദ്യം ശ്രദ്ധിച്ചപ്പോ 25, അതായത് 13ാം പദം എന്ന് പറയുന്നത് ഈ 25ന്റെ മധ്യത്ത് വരുന്ന നമ്പറാണ്. അതായത് മധ്യപദം കണ്ടുപിടിക്കണം. അപ്പൊ മധ്യപദം കണ്ടുപിടിക്കാൻ നമുക്ക് തുകയെ, ശരാശരിയാണ് ഇവിടെ, തുകയെ എന്തുകൊണ്ട് ഭാഗിച്ചാൽ മതി? എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി. ശരാശരി സമം തുക ഭാഗം എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മധ്യപദം എന്ന് പറയുന്നത് അവിടെ ശരാശരിയാണ്. സോ തുക എന്ന് പറയുന്നത് 60 ആണ്. 60ന് 600 ആണ്. 600നെ നമ്മൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു? മധ്യപദമായ 13ാം പദം കിട്ടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 8 11 14 എക്സെട്ര ഉണ്ട്. ഇതൊരു സീരീസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ സീരീസിന്റെ 15 പദങ്ങളുടെ തുകയും, ശ്രേണിയുടെ ആദ്യ 15 പദങ്ങളുടെ തുകയും അടുത്ത 15 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ്. അതായത് ഒരേ സീരീസ് തന്നെയാണ്. ആദ്യ 15 പദങ്ങളുടെ തുകയും അടുത്ത 15 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരേ സീരീസ് ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല n² d ആണ്. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. കാരണം 15ന്റെ സ്ക്വയർ ഇൻറ്റു പൊതു വ്യത്യാസം നോക്കിക്കേ. 11ന് എത്ര കുറച്ചാൽ മതി? 8 കുറച്ചാൽ മതി. 18 കുറച്ചാൽ എത്രയാ? 3 ആണ്. ഇങ്ങനെയുള്ള കണക്കുകളിൽ മാത്രമാണ് ഒരേ സീരീസ് ആയിരിക്കണം, ഒരേ നമ്പരും ആയിരിക്കണം. 15 പദങ്ങളുടെ തുക അടുത്ത 15 പദങ്ങളുടെ തുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് n² d ആയിരിക്കും. വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഫോർമുല വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വ്യത്യാസം n² d. n എന്ന് പറയുന്നത് എണ്ണമാണ്. അപ്പൊ 15ന്റെ സ്ക്വയർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എത്രയാണ്? 225 ഇൻറ്റു എത്ര വരുന്നു? 3. മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞോളൂ. 5 3 15, ശിഷ്ട 1 3 2 6 1 7 3 2 6. അപ്പൊ തുക എന്ന് പറയുന്നത്, അല്ല, വ്യത്യാസം എന്ന് പറയുന്നത് 675. കിട്ടിയ രീതി മനസ്സിലായി? എങ്ങനെയാ? ഒരേ ശ്രേണിയായിരിക്കണം, ഒരേ എണ്ണവും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റൂ. വ്യത്യാസം n² d. n എന്ന് പറയുന്നത് എണ്ണമാണ്. അപ്പൊ n 15 ആണ്. 15ന്റെ സ്ക്വയർ 225 ആണ്. 225നെ പൊതു വ്യത്യാസം കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 3 5 15 ഇഷ്ടം 1 3 2 6 1 7 3 2 6. ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത കണക്ക് ഒന്ന് ശ്രദ്ധിച്ചോളുക. എന്താ? ആദ്യ 100 ഇരട്ട സംഖ്യയുടെ തുകയും അടുത്ത 100 ഇരട്ട സംഖ്യയുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ക്വസ്റ്റ്യൻ ആണ്. ആദ്യ 100 ഇരട്ട സംഖ്യയുടെ തുകയും അടുത്ത 100 ഇരട്ട സംഖ്യയുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ. അപ്പൊ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നെന്ന് പറയുമ്പോൾ വ്യത്യാസം കണ്ടുപിടിക്കാൻ ഫോർമുല നമ്മൾ പഠിച്ചു. n² d ആണ്. അപ്പൊ n² എന്ന് പറയുന്നത് ഇവിടെ 100² ആണ് ഇൻറ്റു ഇരട്ട സംഖ്യ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇരട്ട സംഖ്യയുടെ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഒറ്റ സംഖ്യയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒറ്റ സംഖ്യയാണെങ്കിലും പൊതു വ്യത്യാസം 2 ആയിരിക്കും. എണ്ണത്തിന്റെ സ്ക്വയർ ഇൻറ്റു പൊതു വ്യത്യാസം. അപ്പൊ ഇവിടെ 100ന്റെ സ്ക്വയർ എത്ര വരും? എത്ര? 0 2 0 ഇവിടെ ഉണ്ട്. അപ്പൊ സ്ക്വയർ എടുക്കുമ്പോൾ 4 0 ഇൻറ്റു 2. അപ്പൊ എത്ര വരും? 20,000 എന്ന് നമുക്ക് ആൻസർ വരുന്നു. ഓക്കെ, അത് നമുക്ക് വ്യത്യാസം എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടുന്നു? 20,000 എന്ന് കിട്ടും. ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യം നോക്കിയാൽ ആദ്യ 10 ഇരട്ട സംഖ്യയുടെ തുകയും ആദ്യ 10 ഒറ്റ സംഖ്യകളുടെ തുകയും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇരട്ട, ഇത് ഒറ്റ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ എണ്ണം എന്ത് തന്നെ? തുല്യം തന്നെ. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത്. 10 തന്നെ, അവിടെയും 10 തന്നെ. 15 ആണെങ്കിൽ ശരിയാവത്തില്ല. അപ്പൊ ഇവിടെ എണ്ണം തുല്യമായിരിക്കണം, അവിടെ എണ്ണം തുല്യമായിരിക്കണം. എന്ത് സംഖ്യ? ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ.
അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കണക്കിന്റെ ആൻസർ എന്ന് പറയുന്നത് എണ്ണം എത്രയാണോ അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ എണ്ണം ഇവിടെ എത്രയാ? എണ്ണം എന്ന് പറയുന്നത് 10 അല്ലേ? അപ്പൊ വ്യത്യാസവും എത്ര തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും. നിങ്ങൾ എഴുതി കൂട്ടി ചെയ്ത് നോക്കിക്കൊള്ളുക. ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകളും നിന്നുള്ള വ്യത്യാസം എണ്ണത്തിന് തുല്യമായിരിക്കും. ഇവിടെ എത്രയാ എണ്ണം എന്ന് പറയുന്നത്? 10 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യ 10 ഇരട്ട സംഖ്യയിലാണ്, അവിടെയും ആദ്യ 10 ഒറ്റ സംഖ്യയിലാണ്. ആ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യയിലും നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എണ്ണത്തിന് തുല്യമായിരിക്കും. എണ്ണം ഇവിടെ 10 ആണ്. സോ നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത് 10. ഇത് വേർതിരിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഒറ്റ എണ്ണത്തിൽ ഒരു ശ്രേണിയിൽ തന്നെ സൂചിപ്പിച്ചത്. വ്യത്യാസം മനസ്സിലായി? അവിടെ ഇരട്ട സംഖ്യ, അടുത്ത ഇരട്ട സംഖ്യ, അതായത് ആദ്യത്തെ ഒരു ജോഡി, അതിൽ നിന്ന് അടുത്ത ജോഡി, അപ്പൊ അവ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെയാണെങ്കിൽ ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എണ്ണം തുല്യമാണ്. അങ്ങനെയാണെങ്കിലാണ് ഫോർമുല വ്യത്യാസം എണ്ണത്തിന് തുല്യമായിരിക്കും. അവിടെയാണെങ്കിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ n²d തുല്യമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇതോടെ നമുക്ക് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നോക്കാം.